ഗുരുവായൂർ ഏകാദശി എല്ലാ കൃഷ്ണഭക്തരുടെയും വിശേഷ ദിവസം. കണ്ണനെ ഒരു നോക്ക് കാണാൻ ഭക്തർ ഏത് വിധേനയും ഗുരുഭവനപുരിയിൽ എത്തിച്ചേരുന്ന ദിവസം. ആ ഭൂമിയിൽ അന്നേ ദിവസം എത്തിച്ചേരാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യം. ദശമി നാൾ മുതൽ ദ്വാദശി എന്ന രാവ് വരെ നട അടയ്ക്കാതെ ഭക്തർക്ക് ദർശനം ലഭിക്കുന്ന ഒരേ ഒരു അവസരം. എന്നാൽ ഇത്തവണ കോടതി വിധി പ്രകാരം ഉദയാസ്തമന പൂജകൾക്കായി 5 തവണ നട അടയ്ക്കും എന്നാണ് ഉത്തരവ്. അതൊന്നും കണ്ണൻ്റെ ഭക്തരെ ബാധിക്കില്ല. ഭക്തജന പ്രളയം തന്നെയാണ്. ഭക്തിസാന്ദ്രമായ ആ അന്തരീക്ഷം നാരായണനാമം കേൾക്കാനും സ്മരിക്കാനും ശ്വസിക്കാനും കഴിയുന്ന ഒരു അനുഭവം തന്നെയാണ്. എന്നാൽ നമ്മുടെ ഉണ്ണിക്കണ്ണനോ ഇത്തവണ വലിയ സന്തോഷത്തിലാണ്. എന്താണെന്നല്ലേ? പതിവ് പോലെയാണെങ്കിൽ കണ്ണന് 48 മണിക്കൂർ ശ്രീലകം വിട്ട് എങ്ങോട്ടും പോവാൻ കഴിയില്ല. മണിക്കൂറോളം വരിയിൽ കണ്ണനെ കാത്തു നിൽക്കുന്ന ഭക്തർ ദർശനം കൊടുക്കണ്ടേ? എന്നാൽ ഇത്തവണയോ 5 പ്രാവശ്യം നട അടയ്ക്കും. കണ്ണൻ അച്ഛൻ തിരുമേനിയോട് നേരത്തെ പറഞ്ഞ അനുവാദം മേടിച്ച് വച്ചേക്കണു. എന്താന്നല്ലേ? പറയാം. ആദ്യത്തെ തവണ നട അടയ്ക്കുമ്പോൾ അമ്പലം പ്രതിഷ്ഠിച്ച് ഗുരുവും വായുദേവനെയും സ്മരിക്കാൻ കണ്ണന് അല്പം സമയം സാധിക്കും. അത് കണ്ണനൊരു സന്തോഷമാണ്. രണ്ടാമത് നട അടയ്ക്കുമ്പോഴോ പാർത്ഥസാരഥി അമ്പലത്തിലേക്കുള്ള എഴുന്നള്ളിപ്പിൻ്റെ കൂടെ കണ്ണന് ഒന്ന് പോയി പാർത്ഥനെ, കണ്ണൻ്റെ കൂട്ടുകാരനായ അർജുനനെ കാണാനുള്ള ഒരു അവസരം കിട്ടും. കൂട്ടുകാരന് ഗീതോപദേശം നൽകിയ അന്നേ ദിവസമാണല്ലോ. മൂന്നാമത് നട അടച്ചാൽ കുറൂരമ്മയുടെ ഇല്ലത്തേക്കാകും യാത്ര. കുറൂരമ്മയ്ക്ക് മോക്ഷം നൽകി അമ്മ വിഷ്ണുപാദത്തിൽ ലയിച്ച ദിനത്തിൻ്റെ ഓർമ്മ കൂടിയാണല്ലോ ഏകാദശി. അവിടെ ആ ഇല്ലത്ത് അമ്മ കണ്ണനായി പിറക്കിയെടുത്ത് വെച്ച മഞ്ചാടിക്കുരു എടുത്ത് അമ്മയെ സ്മരിക്കാൻ കണ്ണൻ അന്ന് കഴിയും. നാലാമത് നട അടയ്ക്കുമ്പോൾ യാത്ര മേൽപ്പത്തൂരിൻ്റെ മഠത്തിലേക്കാകും. കണ്ണനേറെ ഇഷ്ടമുള്ള നാരായണീയം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് കണ്ണൻ്റെ കാൽക്കൽ സമർപ്പിച്ച ദിനം കൂടിയാണല്ലോ അന്ന്. കണ്ണൻ അവിടെ ചെന്നാൽ മേൽപ്പത്തൂരിൻ്റെ ഭക്തിയും വിഭക്തിയും ഒക്കെ സ്മരിക്കാൻ കഴിയും. 5ാമത് നട അടയ്ക്കുമ്പോൾ ഉണ്ണിക്കണ്ണൻ ഓടിയെത്തും ഗുരുവായൂർ അമരപ്രഭുവിൻ്റെ സമീപം കേശവൻ്റെ പ്രതിമയ്ക്കടുത്ത്. അവിടെ കേശവനെ ആദരിക്കാൻ ആനക്കോട്ടയിലെ എല്ലാ ആനകളും ഉണ്ടാവും. ആനമുത്തശ്ശനും കുട്ടിയാനകളും ആനക്കുറുമ്പന്മാരും ഒക്കെ ഉണ്ടാവും. കേശവനെ ഹാരാർപ്പണം നടത്തി ആനക്കൂട്ടം തൊഴുമ്പോൾ കണ്ണന് കണ്ണു നിറയും. ആ അന്തരീക്ഷത്തിൽ കേശവൻ്റെ വിളി മുഴങ്ങും, മാധവാ. കണ്ണൻ പുഞ്ചിരിച്ച് വിളി കേൾക്കും, കേശവാ, നീ എനിക്ക് എന്നും എൻ്റെ പ്രിയപ്പെട്ട തോഴൻ. അങ്ങനെ കണ്ണൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഈ ഏകാദശിക്ക് കണ്ണനോടി നടന്ന് സാധിക്കും. ഭക്തരെയും അനുഗ്രഹിച്ച് ആശീർവദിച്ച് ഈ ഏകാദശി പുണ്യം എല്ലാവരിലും നിറഞ്ഞ് നിറഞ്ഞ് വർഷിക്കട്ടെ. സർവം കൃഷ്ണാർപ്പണമസ്തു.